തളപതി വിജയ് 1947 ജൂൺ 22 ചെന്നൈയിൽ ജനിച്ചു. പല കാരണങ്ങളാലും സിനിമാ മേഖലയിൽ കടുത്ത അവഗണനകളും പരിഹാസങ്ങളും നേരിട്ട വ്യക്തി. എന്നാൽ അതിലൊന്നും തളരാതെ തനിക്ക് നൽകാൻ പറ്റുന്ന മാക്സിമം അദ്ദേഹം നൽകി. പക്ഷേ അതെല്ലാം തന്നെ പരാജയങ്ങളിലേക്കാണ് ചെന്ന് വീണത്. എന്നാൽ ഇപ്പോൾ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ താൻ എടുക്കുന്ന മൂവികളെല്ലാം തന്നെ ഹിറ്റാക്കി മാറ്റുന്ന ഒരേയൊരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ തമിഴക വെട്രി കഴകം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. ഇന്നലെ അദ്ദേഹം നടത്തിയ പ്രസംഗം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി വരികയാണ്. സക്സസ് ടോക്സ് വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായി ചാനൽ കാണുന്നവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. ഒരു കാലത്ത് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് പലതവണ അവഗണനകൾ ഏറ്റുവാങ്ങിയ മനുഷ്യൻ. അന്ന് തൻ്റെ കൂടെ നടിയായി അഭിനയിക്കാൻ തയ്യാറാകാതിരുന്ന പലരും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നടിയായി അഭിനയിക്കാൻ കൊതിക്കുന്നു. അതെ, തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ അങ്ങേർക്ക് ഒരേ ഒരു പേര്, തളപതി വിജയ്. ഇന്ന് അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകളെല്ലാം തന്നെ വൻ ഹിറ്റുകൾക്കാണ് വഴിവെക്കുന്നത്. ഒരുപാട് നെഗറ്റീവ് റിവ്യൂകൾ വന്നാലും അതൊന്നും തൻ്റെ സിനിമയെ ബാധിക്കാതെ ഹിറ്റുകളിലേക്ക് വഴുതി വീഴ്ത്തുന്ന ഒരേയൊരു മുതൽ. എന്നാൽ അദ്ദേഹം ഈ വരാൻ പോകുന്ന തളപതി 69 എന്ന സിനിമയ്ക്ക് ശേഷം സിനിമകളൊന്നും തന്നെ അഭിനയിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടാതെ അദ്ദേഹം തൻ്റെ പാർട്ടിയായ TVK എന്ന പാർട്ടിക്ക് കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒരു ആക്ടർ രാഷ്ട്രീയക്കാരനായി മാറുന്ന സംഭവം, തമിഴക വെട്രി കഴകം. തൻ്റെ മെജോറിറ്റി സിനിമകളെല്ലാം തന്നെ ഭരണങ്ങളെ എതിർക്കുന്ന തരത്തിലും പല രാഷ്ട്രീയ പ്രവർത്തകർക്കും അരോചകം ഏർപ്പെടുത്തുന്ന രീതിയിലും ഉള്ളതായിരുന്നു. ഇനി സിനിമകളിലൂടെയല്ല, നേരിട്ട് നിന്ന് പോരാടാൻ തീരുമാനിച്ചിരിക്കുകയാണ് വിജയ്. 2024 ഫെബ്രുവരി 2 പാർട്ടി രൂപീകരിക്കുന്നത്. പാർട്ടിയുടെ പ്രസിഡന്റ്, പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന അദ്ദേഹം തന്നെയാണ്, തളപതി വിജയ്. പാർട്ടിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് സീഷോർ ടൗൺ 8th അവന്യൂ ചെന്നൈയിലാണ്. TVK പാർട്ടിയുടെ പതാക അനുച്ഛേദനം ചെയ്ത സമയം തന്നെ തമിഴ്നാടിൽ ഉടനീളം ശ്രദ്ധ നേടിയിരുന്നു. സമത്വം, വികസനം, എല്ലാവർക്കും നീതി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ് പതാകയുടെ രൂപകൽപ്പന. കൂടാതെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ശോഭനമായ ഭാവിയിലേക്കുള്ള പ്രതീക്ഷയെ പ്രതീകപ്പെടുത്തുകയും ചെയ്യുന്ന ബോൾഡ് നിറങ്ങളും രൂപങ്ങളും പതാകയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തളപതി വിജയുടെ പാർട്ടിയെ ഇതിനകം തന്നെ വൻ ആരാധകരെ ആകർഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. TVKയുടെ ഉദ്ഘാടനത്തിൻ്റെ ആദ്യ രാഷ്ട്രീയ സമ്മേളനത്തിൽ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അനേകം അനുയായികളും ജനപങ്കാളിത്തവും അന്നേക്കുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം നടത്തിയ ഉദ്ഘാടന പ്രസംഗം എല്ലാവരിലും വളരെയധികം തന്നെ ആകാംക്ഷ ഉളവാക്കിയിരുന്നു. സോഷ്യൽ മീഡിയ ഒട്ടാകെ ഭരിച്ചൊരു സംഭവം കൂടി തന്നെയായിരുന്നു ഈ സംഭവം. എന്നാൽ ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ഇന്നലെ നടന്ന അംബേദ്കർ പുസ്തക പ്രസിദ്ധീകരണ വേദിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമാണ്. അദ്ദേഹം ഇന്നലെ നടന്ന സ്പീച്ചിൽ NDAയെയും തമിഴ്നാട് DMK പാർട്ടിയെയും എതിർത്ത് സംസാരിച്ചിരുന്നു. அம்பேத்கர் அவர்களை பற்றி யோசிக்கும் போது கண்டிப்பா சட்டம் ஒழுங்கு சமூக நீதியை பற்றி யோசிக்காம இருக்கவே முடியாது. இன்னைக்கும் மணிப்பூர்ல என்ன நடக்குதுன்னு நம்ம எல்லாருக்குமே தெரியும். ஆனா அதை பத்தி கொஞ்சம் கூட அதை கண்டுக்காம ஒரு அரசு மேல இருந்து நம்மளை ആണ്ടുകിട്ട് இருக்கு. മണിപ്പൂരിൽ അക്രമം നിയന്ത്രിക്കാൻ മെനക്കെടാത്ത BJP നേതൃത്വത്തിലുള്ള NDA സർക്കാർ രാജ്യം ഭരിക്കുന്നതിൽ ഖേദമുണ്ടെന്ന് TVK അധ്യക്ഷനായ തളപതി വിജയ് പറയുന്നു. அங்கதான் அந்த அரசு அப்படி இருக்குன்னா இங்க இருக்கிற அரசு எப்படி இருக்கு? நம்ம தமிழ்நாட்டில் வேங்கை வயல்னு ஒரு ஊர்ல என்ன நடந்துச்சுன்னு நம்ம எல்லாருக்குமே தெரியும். சமூக நீதி பேசுற இங்க இருக்கிற அரசு அதுக்கு எந்த விதமான ஒரு நடவடிக்கை எடுத்த மாதிரியே எனக்கு தெரியலையே. കൂടാതെ തമിഴ്നാട്ടിലെ വേങ്ങൈവയൽ സംഭവവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സംഭവം എന്താണെന്നാൽ പട്ടികജാതിക്കാർക്ക് വെള്ളം നൽകുന്ന ഓവർബ്രിഡ്ജ് ടാങ്കിലേക്ക് അക്രമികൾ മനുഷ്യവിസർജനം വലിച്ചെറിയുന്നതാണ്. സാമൂഹിക നീതി സംരക്ഷിക്കുമെന്ന് വീമ്പളക്കുന്ന DMK സർക്കാർ ഒരു പുരോഗതിയും ഉണ്ടാക്കിയിട്ടില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ജനങ്ങൾക്കിടയിൽ രോമാഞ്ചം ഉണർത്തുകയാണ് ചെയ്തിരുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ: തെറ്റുകൾ കണ്ടാൽ നമ്മൾ ശബ്ദമുയർത്തണം. കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. പരിഹാരം ലളിതമാണ്. ജനങ്ങളെ സ്നേഹിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരിനെ നമ്മൾ തിരഞ്ഞെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. கரெக்ட். நம்ம நடக்கிற பிரச்சனைகள், நடக்கிற கொடுமைகளுக்கெல்லாம் நம்ம குரல் கொடுக்கணும். ஆனா நடக்கிற பிரச்சனைகள் ஒன்னா ரெண்டா, பெண் குழந்தைகளுக்கு எதிரா, பெண்களுக்கு எதிரா, ஏன் மனித உயிர்களுக்கு எதிரா
இதெல்லாம் நம்ம பார்க்கிறோம், படிக்கிறோம், மற்றவங்க கிட்ட இருந்து கேட்டு தெரிஞ்சுக்கிறோம். இதுக்கெல்லாம் ஒரு நிரந்தரமான ஒரு தீர்வு என்ன தெரியுமா? ரொம்ப சிம்பிள் தான். மக்களை உண்மையாகவே நேசிக்கிற ஒரு நல்ல அரசு. തളപതി വിജയിയുടെ TVK പാർട്ടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.